നമുക്കൊരു ബ്രൗണി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രൗണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ചോക്ലേറ്റിന് പകരം കുറച്ച് സ്നിക്കേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ കുറച്ച് സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു. മക്കൾക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ സ്നിക്കേഴ്സ് ചിലവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ബ്രൗണി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുള്ള ഹോം മെയ്ഡ് ബട്ടറും പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ചോക്ലേറ്റും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി തട്ടിക്കൂട്ട് ബ്രൗണിയാണ്. പിന്നെ ഇതിൻ്റെ മുട്ടയ്ക്ക് പോലെ പ്രത്യേകത ഉണ്ട്. അതുവരെ തട്ടിക്കൂട്ടാണ്. അതായത് ഇന്നലെ മുട്ട കൊണ്ടുവന്നപ്പോൾ 2 മുട്ട പൊട്ടി. ആ പൊട്ടിയ മുട്ടയാണ് നമ്മൾ ഈ ബ്രൗണിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, വിസ്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഈ ബട്ടറും കൂട്ടിയിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. 1/2 കപ്പ് ഫ്ലോറും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇത്തിരി കൂടുതൽ തന്നെ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ബ്രൗണി എന്ന് വെച്ചാൽ അതിന് ക്രിങ്കിൾ ടോപ്പ് വരണം എന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം. ആക്ച്വലി അങ്ങനെ ഇല്ല കേട്ടോ. ഈ ബ്രൗണി എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ കട്ടിയായിട്ടുള്ള ആ സ്ട്രക്ചറിൽ നന്നായിട്ട് റെഡിയായി കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പെർഫെക്ഷൻ. അല്ലാതെ ക്രിങ്കിൾ ടോപ്പ് ഒരു മസ്റ്റായിട്ടുള്ള സംഭവമേ അല്ല. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറും ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് പിന്നെ വിസ്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലോറും മിക്സ് ചെയ്ത് നമ്മുടെ ഓയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇതിനൊരു അരമണിക്കൂറൊക്കെ മതിയാവും. അപ്പം ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ സ്നിക്കേഴ്സ് ഉണ്ടായതുകൊണ്ട് സ്നിക്കേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ആണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒരു എന്താ പറയുക, ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ കളറ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ തിക്കായിട്ട് വേറെ ഇതിനേക്കാൾ നല്ലൊരു കളറിലേക്ക് മാറും. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ഒന്ന് ടൈറ്റാക്കിയ ശേഷം ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ബ്രൗണി കുക്കായി വന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെ ബ്രൗണീൻ്റെ ലുക്ക്. അതിൻ്റെ മുകളിൽ ആ സ്നിക്കേഴ്സ് ഇട്ട കാരണമാണ് അങ്ങനെ നിൽക്കുന്നത്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ അപ്പുറപ്പുറം വരച്ച് കൊടുക്കും കൂടെ ചെയ്ത് അതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ ബ്രൗണീൻ്റെ പണി കഴിഞ്ഞ്. ഇതാണ് നമ്മൾ സ്നിക്കേഴ്സ് ബ്രൗണി. സംഭവം സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റും കൂടെ വന്നപ്പം ബ്രൗണിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ ബ്രൗണി.